ഇനി മുസ്ലിം ലീഗിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗിനും നേതാക്കൾക്കും ദുഷ്ടലാക്ക. ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ സാമൂഹിക നീതി നടപ്പിലായുവെന്നും ചോദ്യം. ആത്മപരിശോധന നടത്താൻ ലീഗിനെ വെല്ലുവിളിക്കുകയാണ്. ന്യായമായ കാര്യം പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു. മതവിദ്വേഷം അഴിച്ചുവിട്ട വർഗീയ സംഘർഷത്തിനും ലീഗ് ശ്രമിക്കുന്നു. മുസ്ലിം സമുദായത്തെ അല്ല താൻ വിമർശിച്ചത്, ലീഗിനെയാണ്. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ ശ്രമിക്കുന്നു. ലീഗിന്റെ ലക്ഷ്യം മറ്റൊരു മാറാട് കലാപമാണോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു. സമുദായം മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി, മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ, അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ചെയ്യുന്നുണ്ട്. സുധീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. എന്താണ് സുധീഷ് ഗോപാൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ? അശ്വതി, മുസ്ലിം ലീഗിനെ തന്നെയാണ് ഏറ്റവും ശക്തമായ ഭാഷയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം എന്ന് UDF ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ അധികാരത്തിൽ വന്നോ കേരളം ഭരിച്ചിരുന്നോ അന്നെല്ലാം വലിയ അവഗണനയാണ് SNDP യോഗത്തിന് നേരിട്ടത്. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാനും അത് ഈഴവ സമുദായത്തെ മൊത്തത്തിൽ മുസ്ലിം ലീഗ് എതിരായി കാണാനുള്ള ഒരു പ്രചരണങ്ങൾ നടത്താനും അങ്ങനെ ഒരു വർഗീയ കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഒരു രണ്ടാം വർഗീയ മാറാട് പോലെ വീണ്ടും ഒരു വർഗീയ കലാപത്തിനുള്ള ശ്രമമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നതാണ് ഏറ്റവും പ്രധാന വിമർശനം. അതോടൊപ്പം തന്നെയാണ് ലീഗിൻ്റെ ഭരണകാലത്ത് സാമൂഹ്യ നീതി നടപ്പാക്കാൻ കേരളത്തിൽ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇവിടെ വിദ്യാലയങ്ങൾ പങ്കിട്ട് നൽകുന്നതിലുമെല്ലാമുള്ള 48 വിദ്യാലയങ്ങൾ ലീഗിനും മുസ്ലിം ലീഗുകൾക്കുമായി നൽകിയപ്പോൾ എത്ര എണ്ണം താങ്കൾക്ക് തന്നു എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ആർ ശങ്കറിന് ശേഷം ഒരു സ്ഥാപനം കിട്ടുന്നത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇറങ്ങുന്ന അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഒരു സ്ഥാപനം കിട്ടുന്നത്. അതും അൺഎയ്ഡഡ് സ്ഥാപനമാണ് ലഭിച്ചത് എന്നതും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് പറയേണ്ടി വരുന്നതെന്നതാണ് വെള്ളാപ്പള്ളി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇതേ സാഹചര്യത്തിലാണ് ഒരു വർഗീയ കലാപത്തിനുള്ള ശ്രമവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റ് രണ്ട് വിഷയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശമുണ്ടായി. അതിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വെച്ചുണ്ടായ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അതിൽ പറഞ്ഞത്, താൻ പറയുന്ന കാര്യങ്ങൾ ശിവഗിരിയിൽ വെച്ച് പറയരുതാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കും, അത് പിന്നെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ വളച്ചൊടിക്കാനുള്ള ഗൂഢശ്രമം നടന്നു എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ റിപ്പോർട്ടറിൻ്റെ പ്രതിനിധിയായി എത്തിയ റിപ്പോർട്ടർക്കെതിരെയും പരാമർശമുണ്ടായി. അദ്ദേഹം വർഗീയവാദിയാണ്, തീവ്രവാദിയാണ് എന്ന പരാമർശമാണ് വന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്ന തരത്തിലാണ് ചൂണ്ടിക്കാട്ടിയതും. ഇതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നിരവധി ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ശിവഗിരിയിൽ വെച്ചും തൻ്റെ പ്രായം പോലും മാനിക്കാതെ തനിക്കെതിരെ പെരുമാറി എന്നൊരു ആക്ഷേപം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചതും. ഇതിനു പുറമെ വിമർശനം ഏറ്റുവാങ്ങിയത് CPI ആയിരുന്നു. CPIയെക്കുറിച്ച് പറയുമ്പോൾ, CPI ബിനോയ് വിശ്വത്തിൻ്റെ വണ്ടിയെ കയറേണ്ട ആവശ്യം തനിക്കില്ലെന്നും തന്നിൽ മുന്നിൽ വന്ന് കൈ നീട്ടി പണം വാങ്ങുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും MN ഗോവിന്ദൻ അടക്കമുള്ളവർ മുതിർന്ന നേതാക്കൾ തൻ്റെ വാഹനത്തിൽ കയറിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് CPIക്ക് കിട്ടിയതെന്ന് അവർ ആത്മപരിശോധന നടത്തട്ടെ. ഈ ഇടതുപക്ഷത്തിനെന്നും ഒപ്പം നിന്നിട്ടുള്ളത് ഈഴവും പിന്നോക്ക സമുദായങ്ങളാണ്. അവരുടെ പിന്തുണ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറ്റം എന്നുള്ളതുമാണ് CPIക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ. അശ്വതി, വ്യക്തമാണ് സുധീഷ്. എന്നാലും മുസ്ലിം ലീഗിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.